ഇതൊരു വിവാഹ നിശ്ചയത്തിന് പോകുന്ന വീഡിയോ ആണ്. ഒരുപക്ഷേ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തോന്നാം ഇതെന്താ ഇങ്ങനെയെന്ന്. അത് അങ്ങനെയാണ്. വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും കൂടി ഒരു വിവാഹ നിശ്ചയത്തിന് യാത്ര തിരിക്കുകയാണ്. വൈകുന്നേരം നല്ല മഴ പെയ്ത് കാലാവസ്ഥയെല്ലാം യാത്രയ്ക്ക് വളരെ അനുയോജ്യമാണ്. എല്ലാവരും കൂടി വളരെ രാവിലെ തന്നെ ഞങ്ങൾ യാത്ര തിരിക്കുന്നു. മൂലമറ്റത്താണ് ആ വിവാഹ നിശ്ചയം നടക്കുന്നത്. അപ്പൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഉണ്ട് യാത്രയ്ക്ക് പോകുവാൻ. അതായത് അപ്പൻ്റെ മൂത്ത സഹോദരിയുടെ കൊച്ചുമോളുടെ വിവാഹ നിശ്ചയമാണ് നടക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ യാത്രയിൽ നടത്തുന്നത്. ഞങ്ങളുടെ സ്ഥലം കൊക്കേറാണ്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ വരുവാനും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് യാത്ര തിരിക്കുവാനും സാധിച്ചു. കൊക്കയാറ്റിൽ നിന്ന് മൂലമറ്റത്തേക്കാണ് ഞങ്ങൾ വിവാഹ നിശ്ചയത്തിന് പോകുന്നത്. ഏകദേശം 60 കിലോമീറ്ററിലൂടെ ഉണ്ട് അവിടെ എത്തിച്ചേരുവാൻ. ഞങ്ങൾ പോകുന്നത് നാട്ടുവഴികളിലൂടെ, അതായത് ഗ്രാമീണ പ്രദേശങ്ങളിലൂടെയാണ്. മലകളും കുന്നുകളും ഹെയർ പിന്നുകളുമുള്ള ഇടുങ്ങിയ വഴികളിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പൻ്റെ മൂത്ത ചേച്ചിയുടെ കൊച്ചുമകളുടെ വിവാഹ നിശ്ചയത്തിലാണ് ഞങ്ങൾ കൊക്കയാറ്റിൽ നിന്ന് മൂലമറ്റത്തേക്ക് പോകുന്നത്. ഏകദേശം 60 കിലോമീറ്ററുണ്ട് അവിടെ വരെ പോകാൻ. ഞങ്ങൾ പോകുന്ന റൂട്ട് കൊക്കയാറ്റിൽ നിന്ന് കൂട്ടിക്കല വഴി താളങ്കൽ, കാവാലി, പ്ലാപ്പള്ളി, ചോളത്തടം, മലയിഞ്ചിപ്പാറ, കണ്ണിപ്പാറ, പാതമ്പുഴ, പനച്ചിപ്പാറ, പൂഞ്ഞാർ വഴി ഈരാറ്റുപേട്ട മുട്ടം റോഡിലെത്തും. ഇടമറുക്, ചാലമറ്റം, മേലുകാമറ്റം, കാഞ്ഞിരക്കവല, പള്ളിപ്പാറ എന്നിങ്ങനെ മുട്ടം ജംഗ്ഷനിൽ നിന്ന് വലത്ത് തിരിഞ്ഞ് തൊടുപുഴ മൂലമറ്റം റോഡിൽ വന്ന് കയറും. അങ്ങനെ ഞങ്ങൾ കാഞ്ഞാർ കൂടി മൂലമറ്റത്ത് ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കുന്ന സ്ഥലത്ത് എത്തും. പട്ടണപ്രദേശങ്ങളെ വിട്ട് നല്ല തനി നാടൻ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. റബ്ബർത്തോട്ടങ്ങളും കൈതത്തോട്ടങ്ങളും അങ്ങനെ മനസ്സിന് കുളിർമ തരുന്ന ഒരു വളരെ പ്രകൃതിദത്തമായ വഴികളിലൂടെയും ഇടവഴികളിലൂടെയും ഹെയർ പിന്നുകളിലൂടെയും കയറ്റവും ഇറക്കവും വളരെ മനോഹരമായ സ്ഥലങ്ങളിലൂടെയുമാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഈ പ്രദേശങ്ങളിൽ വരുവാനുള്ള ഒരു മനസ്സ്, ഈ അതിമനോഹരമായ സ്ഥലങ്ങളിലൂടെ വരുവാനുള്ള മനസ്സ് വീണ്ടും തോന്നുന്നു. അതിമനോഹരം തന്നെയാണ് ഈ സ്ഥലങ്ങൾ. വളരെ പ്രകൃതിദത്തമായ വീടുകളും സ്ഥലങ്ങളും, അങ്ങനെ മനോഹരമായ യാത്ര ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. യാത്രയിൽ പല കാര്യങ്ങളും പറഞ്ഞ് വിശേഷങ്ങൾ പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടരുകയാണ്. വളരെ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ കുടുംബത്തിലേക്ക് പോകുന്നത്. അതിൻ്റെതായ എല്ലാവരും വളരെ സന്തോഷത്തോടെയും ആണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്.
ഒരു പക്ഷേ ഈ വീഡിയോ ഇടുന്നത് ഏകദേശം 1 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പല കാര്യങ്ങളായും പല തിരക്കുകളിലും പിന്നെ ഇത് എഡിറ്റ് ചെയ്യണമല്ലോ, ഇതെങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടും വളരെ കാലത്തിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതും. ഒരുപക്ഷെ ഇത് അങ്ങോട്ട് പോകുമ്പോൾ മാത്രമുള്ള വീഡിയോ കാണുള്ളൂ. ഇങ്ങോട്ട് വരാനുള്ള വീഡിയോ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പള്ളിയിൽ ചെന്നപ്പോഴും വീട്ടിൽ ചെന്നപ്പോഴും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 2-3 ഫോട്ടോ മാത്രം ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇതുപോലത്തെ ഒരു വീഡിയോ എൻ്റെ ആദ്യത്തേതാകാം. അതിൻ്റെതായ പല പ്രശ്നങ്ങളും പല പരിമിതികളും പല തെറ്റുകുറ്റങ്ങളും പറ്റിയിട്ടുണ്ട്. അതെല്ലാം ക്ഷമിച്ച് വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും മുമ്പോട്ടുള്ള ഇതിൽ നല്ല നല്ല വീഡിയോ ഇടുവാൻ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്തണമെന്നും ഞാൻ താഴ്മയായിട്ട് നിങ്ങളോട് പറയുന്നു. വളരെ മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം നല്ല പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. Please share and like my videos. Please subscribe.